ഒരു കാലമുണ്ടായിരുന്നു. മനുഷ്യന് വഴി നടക്കാൻ പോലും അനുവാദമില്ലാത്ത കാലം. ചരിത്രം പലപ്പോഴും ചില മനുഷ്യരെ മറച്ചുവെക്കുന്നു. സ്വന്തം നിഴലിനെപ്പോലും ഭയപ്പെടേണ്ടി വന്ന മനുഷ്യരുടെ കാലം. അവിടെയാണ് ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ആ ശക്തമായ ശബ്ദമുയർന്നുവന്നത്. രാജപാതകൾ രാജാക്കന്മാർക്ക് മാത്രമല്ലെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ധീരൻ, മഹാത്മാ അയ്യങ്കാളി. അതൊരു വെറും ശബ്ദമായിരുന്നില്ല, ഒരു ജനതയുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശബ്ദമായിരുന്നു. അടിച്ചമർത്തപ്പെട്ടവന്റെ ആദ്യ ശബ്ദം. പാടത്ത് പണിയെടുക്കുന്നവന്റെ മക്കൾക്ക് അക്ഷരം നിഷേധിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ മക്കൾക്ക് പഠിക്കാൻ അനുവാദമില്ലെങ്കിൽ നിങ്ങളുടെ പാടങ്ങളിൽ ഇനി ഞാറുനടില്ല എന്ന്. അതൊരു വെറും വാക്കല്ലായിരുന്നു. തിരുവിതാംകൂറിന്റെ മണ്ണിൽ കേട്ട വിപ്ലവത്തിന്റെ ശബ്ദമായിരുന്നു അത്. മഹാത്മാ അയ്യങ്കാളി. സ്വന്തം മണ്ണിൽ അന്യരെപ്പോലെ ജീവിക്കേണ്ടി വന്നൊരു ജനത. വഴി നടക്കാൻ അനുവാദമില്ല, മാറുമറയ്ക്കാൻ അവകാശമില്ല. ജാതിയുടെ മതിലുകൾക്കുള്ളിൽ ശ്വാസം മുട്ടിയ കാലം. പക്ഷേ ആ നിശബ്ദത അധികനാൾ നീണ്ടുനിന്നില്ല. ഐത്തത്തിന്റെ വേലിക്കെട്ടുകൾ തകർത്ത് രാജവീഥികളിലൂടെ ഒരു വില്ലുവണ്ടി കുതിച്ചുപാഞ്ഞു. നടക്കാൻ പോലും അവകാശമില്ലാത്തവർക്കു വേണ്ടി അദ്ദേഹം രാജകീയമായി സഞ്ചരിച്ചു. അവിടെ തീർന്നില്ല പോരാട്ടം. വഴി നടക്കാൻ മാത്രമല്ല, അക്ഷരം പഠിക്കാനും അവർക്ക് വിലക്കുണ്ടായിരുന്നു. പഞ്ചമി എന്ന പെൺകുട്ടിയുടെ കൈപിടിച്ച് അദ്ദേഹം വിദ്യാലയത്തിലേക്ക് നടന്നു കയറി. അവർ ആ വിദ്യാലയം കത്തിച്ചു ചാമ്പലാക്കി. പക്ഷേ അതിൽ നിന്നാളിപ്പടർന്നത് മറ്റൊരു തീയായിരുന്നു. എന്റെ മക്കൾക്ക് അക്ഷരം നിഷേധിച്ചാൽ നിങ്ങളുടെ പാടങ്ങളിൽ ഇനി മുള പൊട്ടില്ല എന്ന ചരിത്രപ്രഖ്യാപനം അദ്ദേഹം നടത്തി. അടിമത്വത്തിന്റെ ഭാരമായി കഴുത്തിൽ തൂങ്ങിയ കല്ലുമാലകളെ നോക്കി അദ്ദേഹം പറഞ്ഞു, അതു പൊട്ടിച്ചെറിയൂ സഹോദരിമാരെ. ആ കല്ലുമാലകൾ ചിതറി വീണപ്പോൾ അവിടെ ജനിച്ചത് പെണ്ണിന്റെ ആത്മാഭിമാനമായിരുന്നു. അതെ, അദ്ദേഹം വെറുമൊരു നേതാവായിരുന്നില്ല, അടിച്ചമർത്തപ്പെട്ടവന്റെ ആദ്യത്തെ ഗർജനമായിരുന്നു. മഹാത്മാ അയ്യങ്കാളി.